ഒന്നാമത്തെ കാര്യം ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം KPCCയുടെ യോഗത്തിൽ ഒരു വിമർശനം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വാർത്തയാകേണ്ട കാര്യം എന്താ? KPCC യോഗം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗമല്ലേ. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരാളല്ല. ഞാൻ ഇതിനു മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ ഞാൻ വിമർശിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നെ ആരെങ്കിലും വിമർശിക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത്? വിമർശിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല വിമർശിക്കുന്നതുകൊണ്ട്. വിമർശിക്കുന്ന കാര്യത്തിൽ ശരിയാണെങ്കിൽ നമ്മളത് തിരുത്തും. ഞാനടക്കം എല്ലാവരും തിരുത്തണം. ഇനി അവർ പറഞ്ഞാണ് തെറ്റാണെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അവർ പറഞ്ഞത് തെറ്റാണെന്ന്. പിന്നെ ഒറ്റ പ്രശ്നമുള്ളൂ, ഈ യോഗത്തിൽ പറഞ്ഞതും പറയാത്തതും കൂടി പുറത്ത് വാർത്ത കൊടുത്തത് ആരാണെന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയുടെ ബന്ധുക്കളാണെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. കാര്യത്തിൽ വേറെ ഒന്നുമില്ല. അല്ല, അതിപ്പോൾ അവർ ഭാരവാഹികൾ നേരിട്ട് പ്രസിഡന്റിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വെച്ചതായിരിക്കും. സാധാരണ വിളിക്കാറുണ്ട്, അതറിയില്ല, എനിക്കറിയില്ല. എനിക്ക് അതിലൊന്നും പരാതിയുള്ള ആളല്ല. അല്ല, അതൊന്നും എനിക്ക് പരാതിയുള്ള കാര്യങ്ങളല്ല. എനിക്ക് അത്തരം പരാതിയൊന്നുമില്ല. ഞാൻ സംഘടനാപരമായ ഒരു കാര്യങ്ങളും പുറത്തു പറയില്ല. ഇപ്പം ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഞാൻ വിമർശനത്തിന് അതീതനല്ല. ഞാൻ വിമർശനത്തിന് വിധേയമാകേണ്ട ആളാണ്, വിമർശിക്കപ്പെടാതെ പോകേണ്ട ആളല്ല. ഞാനൊരു തെറ്റ് ചെയ്താൽ അത് വിമർശിക്കണം. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തും, കറക്റ്റായിട്ട് തിരുത്തും. അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തെങ്കിലും തീരുമാനത്തിൻ്റെ തെറ്റായ ഒരു സർക്കുലർ ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരു സർക്കുലറേ ഇല്ല. ഒരു സർക്കിൾ ഇല്ല. ഞാൻ പറഞ്ഞേ, ഞാനിനി എന്തെങ്കിലും തെറ്റാണ് ഞാൻ ചെയ്തെങ്കിൽ ഞാനത് തിരുത്തും. പോരെ, എനിക്ക് ഒരു പരാതിയില്ല. എനിക്ക് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ഞാൻ പരിശോധിക്കും. ശരിയാണെങ്കിൽ ഞാൻ തിരുത്തും, തെറ്റാണെങ്കിൽ ഞാൻ അവരെ ബോധ്യപ്പെടുത്തും. അത് തെറ്റാണ്. അതല്ല ഞാൻ പറഞ്ഞത്. വിമർശനത്തിന് വിധേയനാണ് ഞാൻ. പാർട്ടിയല്ലേ വലുത്. എന്നെ വിമർശിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ മെക്കിട്ട് കയറാമോ? ഞാൻ ഏറ്റവും കൂടുതൽ പാർട്ടി നേതൃത്വത്തെ പാർട്ടി ബോഡിയിൽ പുറത്തല്ല വിമർശിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പറയാം, ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും AK ആന്റണിയെ പോലും പാർട്ടി, അതങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വിമർശനമല്ല. ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നിലപാട് ശരിയല്ല, പിന്നെ പാർട്ടിയിലല്ലാതെ നമ്മൾ CPM പോലത്തെ പാർട്ടിയാണ്. അത് നിങ്ങൾ കോൺഗ്രസിനെ മാറ്റി കാണണ്ടേ? എനിക്ക് അഭിമാനമാണ് തോന്നിയത് പാർട്ടിയിൽ ഞാൻ വിമർശനത്തിന് വിധേയമായി. പക്ഷേ ഉള്ളതും ഇല്ലാത്തതും കൂടി ഇത് നിങ്ങളെ അപ്പം തന്നെ അറിയിക്കുന്നത് ആരാണെന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ അന്വേഷണം നന്നായിരിക്കും. അത്രയല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ മെറിറ്റിലേക്ക് പോകുന്നത്? മെറിറ്റിലേക്ക് അതൊക്കെ പാർട്ടിക്കകത്ത് നടന്നതും നടക്കാത്തതായ കാര്യങ്ങളാണ് നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്നത്. അത് തന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി. ആ വാർത്ത നിങ്ങൾക്ക് എത്തിച്ചു തന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി. അത് നിങ്ങൾ അന്വേഷിച്ചു, അത് പാർട്ടി അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരുത്തുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പങ്കെടുക്കാറുള്ളത്.